എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മഴ ദിവസമാണ് ഇവിടെ എല്ലായിടത്തും അതെ, ഇവിടെ അതെ. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു മൂടലും വെളിച്ചക്കുറവും ഒക്കെ ഉണ്ട് അല്ലേ മണി? അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുകയെന്നല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കണത് പൊടിത്തൂവൽ, അതായത് പൊടി തൂവുന്ന ഒരു വിഭവമാണ്. അതുകൊണ്ടാണോ ആ പേര് വന്നതെന്ന് എനിക്കറിയില്ല. പൊടിത്തൂവൽ എന്നാണ് പണ്ടേ പറയുക. അത് പല രീതിയിലുണ്ടാക്കാം. കടച്ചക്ക, ശീമച്ചക്ക എന്നൊക്കെ പറയുന്നില്ലേ, അതുകൊണ്ടുണ്ടാക്കാം. വഴുതനങ്ങ കൊണ്ടുണ്ടാക്കാം, നേന്ത്രക്കായ കൊണ്ടുണ്ടാക്കാം. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് നേന്ത്രക്കായ വെച്ചിട്ടാണ്. അപ്പോൾ പൊടിത്തൂവൽ ഉണ്ടാക്കാൻ വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് നേന്ത്രക്കായ തന്നെയാണ്. നേന്ത്രക്കായ ഞാനിവിടെ കഴുകി മുറിച്ച് വച്ചിട്ടുണ്ട്, ഇങ്ങനെ 4ആയി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇത്ര ഇടണം. വേവിക്കുമ്പോൾ ഇത്രയാണ് ഇടേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ പൊടി തൂവിയിട്ടാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത്. ആ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പച്ചരി ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇവിടെ അളവ് കൂടുതലായതുകൊണ്ടാണ് എടുത്തത്. നമ്മൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇത് പൊടിച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചാലും പാകത്തിന് ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇത് കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് ഞാൻ. പിന്നെ വേണ്ടത് കുരുമുളക്. ഇത് ഓപ്ഷനാണ് കേട്ടോ. കുരുമുളക് സ്വാദ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട. ഇവിടെ കുരുമുളകിൻ്റെ സ്വാദൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എടുത്തത്. ഇത് 3ആണ് നമുക്ക് പൊടിക്കേണ്ടത്, അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിക്കാനുള്ളതാണ്. പിന്നെ ഇത് 2 കണ്ടോ, ഇത് വറവ്, അതായത് ലാസ്റ്റ് നമ്മൾ വറുത്തിടില്ലേ, കടുകും ഉഴുന്നുപരിപ്പും. വറ്റൽമുളകും ഇടാം. ഞാൻ അങ്ങനെ വറ്റൽമുളകൊന്നും വറുത്തിടാറില്ല. കറിവേപ്പില ഇന്നില്ല കേട്ടോ, കറിവേപ്പില കിട്ടിയില്ല. അപ്പോൾ ഇത് 2ഉം പിന്നെ കറിവേപ്പിലയും കൂടെ നമുക്ക് വറുത്തിടേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പൊടിത്തൂവൽ ഉണ്ടാക്കാൻ വേണ്ടത്. നല്ല സ്വാദാണ് കേട്ടോ, പെട്ടെന്നാവും. ഞാൻ പറഞ്ഞില്ലേ, നമുക്കത് എത്ര വേണമെങ്കിലും, അതായത് കുറച്ച് വറുത്ത് പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചാൽ നമുക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാം. വഴുതനങ്ങ വാങ്ങിക്കുമ്പോഴും അതേപോലെ കടച്ചക്ക കിട്ടുമ്പോഴും ഒക്കെ. വെണ്ടയ്ക്ക ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ എല്ലാം വെച്ചിട്ടും ചെയ്യാറുണ്ടല്ലോ. നേന്ത്രക്കായ, അതായത് അധികം കുഴഞ്ഞു പോവരുത്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടായിരിക്കാം കടച്ചക്കയും കായും ഒക്കെ എടുക്കണത്. വഴുതനങ്ങ ചിലപ്പം ഒന്ന് കുഴയാൻ സാധ്യതയുണ്ട്. ഞാനിതൊരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല സ്വാദുണ്ടായിരുന്നു. ആദ്യം പരീക്ഷിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് കായ വേവിക്കാൻ വയ്ക്കാം. പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ച്, ഞാൻ പറഞ്ഞ പോലെ കുഴഞ്ഞു പോവരുത്. ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് കുഴയാനും സാധ്യതയുണ്ട്. അപ്പം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പിട്ട് കൊടുക്കാം, പാകത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ വേണ്ടത് വെള്ളം. ഇവിടെ ഇപ്പോൾ കായ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു, ഗ്യാസ് കത്തിച്ചു. അത് വച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. എന്തിനാ അറിയോ? കായ്ക്കൊരു കറയുണ്ടല്ലോ, നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ അടപ്പിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വറുത്തിടും വേണമല്ലോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അന്നേരം ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി വറക്കണമല്ലോ. ആദ്യം നമ്മൾ പച്ചരി ഒരു പകുതി മൂപ്പാവുന്നവരെ വറക്കണം. എന്നിട്ട് വേണം മുളകും കുരുമുളകും എല്ലാം ഇട്ട് കൊടുക്കാൻ. കാരണം അരിക്ക് കുറച്ച് അധികം മൂപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് ചുമന്ന് വരണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ പൊടി ഇടുമ്പോഴേ ഇങ്ങനെ വെന്ത പോലെ വരും, അരിയല്ലേ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനാണ് നന്നായിട്ട്, അതായത് മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് ചുമക്ക വറക്കുക. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവില്ലേ, പൊടിത്തൂവൽ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഞാനും ആദ്യം കേട്ടപ്പോൾ അതെന്താണെന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ അമ്മയുടെ വീട്ടിൽ, അമ്മയുടെ ഒരു വിഭവമായിരുന്നു അത്രേ, അമ്മയുടെ തറവാട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുണ്ടായതാണ്. അന്നേരം അതുണ്ടാക്കി കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായി, നല്ല സ്വാദുമുണ്ട്.
ഇപ്പം ഒരു പ്രത്യേക ഒരു പേരാണ് പൊടി തൂവുന്ന വിഭവം. അതായിരിക്കണം പൊടിത്തൂവൽ അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, അറിയുന്നവരെ. ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതെ, പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുമല്ലോ. ഇപ്പോൾ അതാ ഇവിടെ പകുതി മൂപ്പായിട്ടുണ്ട് പച്ചരി. ഈ സമയത്ത് നമുക്ക് ചുവന്ന മുളകും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം. ഇത് മുഴുവൻ ഇടണ്ട കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതിയേ, ഞാൻ എടുത്ത് വച്ചു എന്നേ ഉള്ളേ. അതേപോലെ നമ്മുടെ മുളകും, വറ്റൽ മുളക് അതുകൂടി ഇടാം. ഇനി നന്നായിട്ട് ചുമന്ന നിറം വരും. അപ്പോൾ അതുവരെ ചെറിയ തീയിലിട്ടിട്ട് വറക്കണം. തീ കൂട്ടി വെച്ച് വറക്കരുത്, കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ അതാ ഇവിടെ കായ് വെന്തിട്ടുണ്ട് കണ്ടോ, പൊടിയാവണത്രേ. ഞാൻ വറുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മൂപ്പുണ്ട്. അന്നേരം എന്താ ഓക്കെ അന്നേരം എന്താ, ഇതിപ്പോൾ നമുക്ക് വെന്തല്ലോ, ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതായിട്ട് നമുക്ക് ഇടുമ്പോൾ തീ കത്തിക്കാം. ഇതിങ്ങനെ അടച്ച് വയ്ക്കാം. ഈ അരി മൂക്കലാണ് വലിയ പണി, അത് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ മുളക് ആയിട്ടുണ്ട്, നമുക്കതിങ്ങോട്ട് എടുക്കാം. അരി എന്നാലും ആവില്ല എന്ന് വാശിയാൻ തോന്നുന്നുണ്ട്. അരി ആയിട്ടില്ല, അരി കുറച്ചും കൂടെ ആവാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ചുമക്കണമെന്ന്. പതുക്കെ ചുമക്കട്ടെ അല്ലേ, ധൃതി പിടിച്ചാൽ പറ്റുമോ? കുരുമുളക് കുഴപ്പമില്ല. ഇല്ല, കുരുമുളക് കുഴപ്പമില്ല. കുരുമുളക് അങ്ങനെ കരിഞ്ഞു പോകത്തൊന്നുമില്ല, പക്ഷെ മുളക് വേഗം കരിയും. ഇവിടെ ഇത് അരി മൂത്തിട്ടുണ്ട് നന്നായിട്ട് കണ്ടോ. ഇനി ഈ പാത്രത്തിലിരുന്നു ഒന്നും കൂടെ ആവും കേട്ടോ. എന്തായാലും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇതൊന്ന് ചൂടാറിയിട്ട് പൊടിക്കാം. 1 മിനിറ്റ് കേട്ടോ, എനിക്ക് ചെറിയൊരു സന്തോഷം പറയാനുണ്ട്. ചെറിയ സന്തോഷം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിലത് ഒരുപാട് വലിയ സന്തോഷമാണ്. അതായത് വേറൊന്നല്ല, എൻ്റെ സബ്സ്ക്രൈബർ ഇപ്പോൾ 1000 കടന്നിരിക്കുകയാണ്. അത് ഞാനൊരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ, ഞാനിപ്പോൾ തുടങ്ങിയിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇത് കിട്ടിയപ്പോൾ മഹാഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം എനിക്കതെ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം, എല്ലാവരോടും എനിക്കൊരു നന്ദി പറയണം എന്ന് തോന്നി. അതുപോലെ എൻ്റെ കൂടെയുള്ളവർ, അതായത് എൻ്റെ ബന്ധുക്കളും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും, നാട്ടുകാരും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ അറിയാത്തവരും അല്ലേ, നിങ്ങളെല്ലാവരും കണ്ട് ലൈക്കും ഷെയറും ഒക്കെ തന്ന് സബ്സ്ക്രൈബും ചെയ്താണ് എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയത്. ഇതൊന്നുമല്ല, ഇനിയും കൂടുതലെത്താനുണ്ട് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് കാരണക്കാരായവരോട് നന്ദി പറയണമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം, എനിക്കത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്താ, നമ്മളിവിടെ പൊടിയൊക്കെ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാം. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അരി, മുളകും കുരുമുളകും ഒക്കെ വറുത്തില്ലേ, ഞാനിതാ ഇതുപോലെ നൈസ് പൊടിയാവരുത്, ഒന്ന് ക്രഷ് ചെയ്യുക. അതായത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം. അരിയൊക്കെ നമ്മളിങ്ങനെ കൂട്ടുമ്പോൾ അതിലിങ്ങനെ നമുക്ക് അറിയണം, തരുതരാന്ന് അങ്ങനെ പൊടിക്കണം. അപ്പോൾ അതാ ഈ പൊടി ഇട്ട് കൊടുക്കാം. പൊടി തൂകി, അങ്ങനെ പൊടിത്തൂവൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വറുത്തിടുക വേണ്ടു. ഇതൊക്കെ പഴയ തലമുറകളിൽ പെട്ട ആൾക്കാരുടെ വിഭവങ്ങളാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയാൻ സാധ്യതയുണ്ടാവില്ല. ഞാൻ പിന്നെ അവർക്കും കൂടെ അതൊരു ഉപകാരമാവട്ടെ. ഇപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്നവരും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഒരു പൊടിച്ച്, അതായത് ഇങ്ങനെ മസാല ഉണ്ടാക്കി വച്ചാൽ നമുക്കിത് സിമ്പിളാണല്ലോ, പെട്ടെന്ന് വേവും, കായൊക്കെ പെട്ടെന്ന് വേവും. എന്നിട്ട് ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്യല്ലേ വേണ്ടു, ജോലിക്കെല്ലാം പോകുന്നവർക്ക് കേട്ടോ. അപ്പോൾ എന്താ, പ്രത്യേകിച്ചൊരു നമ്മുടെ അരി, കുരുമുളക് ഇതൊക്കെയാണല്ലോ ഇതിൽ ചേരണത്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എന്തായാലും വരില്ല. പുറത്തുനിന്നുള്ള ഭക്ഷണം നമുക്ക് കഴിയുന്നത് ഒഴിവാക്കാം. ഇനി ഇതിൽ ഒരു വറവേ വേണ്ടു, കടുകും ഉഴുന്നുപരിപ്പും
കറിവേപ്പിലയും ഇടാം. കറിവേപ്പില ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം മുമ്പേ JCB ഒക്കെ വന്ന് പണിയെടുത്തു എന്ന്. അന്നേരം എൻ്റെ കറിവേപ്പെല്ലാം പോയി. ഇനി ഒന്നേന്ന് തുടങ്ങണം, നട്ടുപിടിപ്പിക്കണം. അപ്പോൾ അപ്പുറത്ത് വല്യമ്മയുടെ അടുക്കുന്ന ഞാൻ കൊണ്ടുവരാറേ. ഭയങ്കര മഴ, പോവാൻ വയ്യ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു വറവ് കൊടുക്കാം. ഇതാ നമ്മുടെ പൊടിത്തൂവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, നല്ല സ്വാദാണ് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. നല്ല മഴ എന്ന് പറഞ്ഞാൽ പോരാ, അതിഗംഭീര മഴ തന്നെ വരണത്. പിന്നെ ഞാൻ വിചാരിക്കുകയാണ്, നല്ല മഴ ഇങ്ങനെ പെയ്ത് കഴിയുമ്പോഴേ ഇതൊരു സൈഡ് പ്ലേറ്റിലെടുത്ത് നല്ല ചൂടോടെ ഇതാ നമ്മുടെ ഈ തിണ്ണയിലിരുന്നുകൊണ്ട് മഴ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ ബെസ്റ്റാണേ അല്ലേ? അമ്മണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കഞ്ഞിയുടെ കൂടെ ഇങ്ങനെയൊക്കെയുള്ള ഇത് മതി. ഇതിന് വേറൊരു ഡിഷിൻ്റെ സ്വാദും കൂടെ വരുന്നുണ്ട്. പക്ഷെ അത് ഞാനിപ്പോൾ പറയില്ല. അതെനിക്കൊരു വീഡിയോ ചെയ്യണം. അപ്പോഴേ പറയുള്ളൂ. അന്നേരം ഞാനിങ്ങനെ പറയാം, ഞാൻ അന്ന് പറഞ്ഞില്ലേന്ന് കേട്ടോ. അപ്പം എന്താ, ഇപ്പം ഇത്രയല്ലേ ഉള്ളൂ. ഇനി നമുക്ക് സമയമാകുമ്പോൾ ഊണ് കഴിക്കാം. ഇതും കൂട്ടിയിട്ട് നല്ല തൈരും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിലും ഒക്കെയാണ്. ഇത്രയും മതി നമുക്ക് വിഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. പിന്നെന്താ, ഞാൻ എപ്പം പറയണ പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അതിൻ്റെ ഇപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ അല്ലേ, അത് തൊട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. നോട്ടിഫിക്കേഷൻ വരും, എല്ലാവർക്കും കാണാൻ പറ്റും. ഞാനത് പറയാറില്ല എന്നാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ ഞാൻ വിട്ടുപോയതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ കണ്ടാൽ മാത്രം പോരാ, ഞാൻ എപ്പം പറയുന്നുണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.